എൻ്റെ പേര് ടിൻഡു. ഞാൻ ന്യൂസിലൻഡിൽ നിന്നാണ് വരുന്നത്. കുഞ്ഞിന് 5 വയസ്സും 1 മാസമായി. ഇവിടെ വന്നപ്പോൾ എൻ്റെ ഒരു കസിൻ ഇവിടുത്തെ അവൻ്റെ കുട്ടീനെ ഇവിടെ കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, അവനെ സജസ്റ്റ് ചെയ്തേ, കുഞ്ഞിന് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, ചേച്ചി ഇവിടെ ഒന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ലൈഫ് കെയറിനെ കുറിച്ച് കേൾക്കുന്നത്. ഇവിടെ വന്ന് ഡോക്ടർ ആശുപത്രി സംസാരിച്ചു. ഡോക്ടർ പറഞ്ഞു ട്രീറ്റ്മെൻറ്റ് ഡെഫിനറ്റ്ലി വേണം. പിന്നെ ഞാൻ ലീവ് എക്സ്റ്റെൻഡ് ചെയ്തത് 2-3 വീക്സിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു സെക്ഷൻ ചെയ്തിട്ട് നോക്കാം നമുക്ക് എങ്ങനെ പോകുന്നു. അപ്പോൾ ഞാൻ ഹാപ്പിയാണ്. അങ്ങനെ ടോയ്ലറ്റിങ് ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രശ്നം. ഐ കോണ്ടാക്റ്റ് ഇല്ല, പേര് വിളിച്ചാൽ തിരിഞ്ഞു നോക്കില്ല, സോഷ്യൽ പ്ലേ ആൾക്കില്ല, സ്പീച്ച് ഇല്ലായിരുന്നു. ഇതൊക്കെയായിരുന്നു മെയിൻ ഡിഫിക്കൽട്ടീസ്. ഇപ്പം ഫസ്റ്റ് ഡേയിൽ അങ്ങനെ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, പുള്ളി ഒത്തിരി പെരിഫറൽ വിഷൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ പെരിഫറലി കാണുന്നത്, എന്തെങ്കിലും നമ്മൾ വിളിച്ചാൽ നടന്നങ്ങ് പോകും, പക്ഷെ നേരെ നോക്കി പോകും, പക്ഷെ പുള്ളി ഇങ്ങനെ സൈഡിൽ കൂടെ കോർണറിലൂടെ കാണും നമ്മളെ. അങ്ങനെയാണ് നോക്കത്തുള്ളൂ, നേരെ തിരിഞ്ഞ് കഴുത്ത് തിരിച്ച് നോക്കി നിൽക്കത്തില്ല. അപ്പോൾ ഞാൻ അത് ഫസ്റ്റ് നോട്ടീസ് ചെയ്തൊരു കാര്യം, പുള്ളി കുറച്ചും കൂടെ ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ആദ്യമൊക്കെ ഞാൻ വിളിച്ചാലേ റെസ്പോണ്ട് ചെയ്യണ്ടായിരുന്നുള്ളൂ, വേറെ ആരും വിളിച്ചാൽ അങ്ങനെ ശ്രദ്ധിക്കില്ല. പക്ഷെ ഇപ്പം വീട്ടിൽ മമ്മിയാണെങ്കിലും പപ്പയാണെങ്കിലും പേര് വിളിക്കുമ്പോൾ നേരെ നോക്കുന്നുണ്ട്. നേരെ നോക്കത്തില്ലായിരുന്നു പുള്ളി, നേരെ നോക്കും. പിന്നെ എൻ്റെ ആൻറ്റി കഴിഞ്ഞ ദിവസം വന്നപ്പോൾ വിളിച്ചപ്പം സ്ട്രേഞ്ചേഴ്സിനെ കണ്ടാൽ അവർ ശ്രദ്ധിക്കുന്നുണ്ട്, അവരെ നോക്കുന്നുണ്ട്. അതാണ് നോട്ടീസബിൾ ആയിട്ടുള്ള ഒരു മെയിൻ ചേഞ്ച് എനിക്ക് തോന്നിയത്. പിന്നെ റാൻഡമിലി കുറച്ച് സെൻറ്റൻസ് പറയുന്നുണ്ട്, പക്ഷെ അത് ഇൻസ്റ്റൻറ്റ് തന്നെ സെൻറ്റൻസുകളാണ്. അതായത് ആലോചിച്ചൊന്നും തന്നെയല്ല, പെട്ടെന്ന് ഓരോ സെൻറ്റൻസുകളായിട്ട് പറയുന്നുണ്ട്. അതിന് സെൻറ്റൻസ് ഒന്നും അങ്ങനെ പറയില്ലായിരുന്നു, സെൻറ്റൻസുകളായിട്ട് പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു 2-3 പ്രാവശ്യം. പക്ഷെ അത് എപ്പോഴും ഉള്ളൊരു കാര്യമല്ല, അത് പുള്ളിക്ക് തോന്നി അങ്ങ് പറയണ ഒരു കാര്യം. പിന്നെ എനിക്ക് നോട്ടീസ് ചെയ്ത കാര്യം, സിറ്റിംഗ് ടോളറൻസ് ഉണ്ട് ഇച്ചിരിയും കൂടെ. ഞാൻ പിടിച്ചിരുത്തിയ 10 മിനിറ്റ് മാക്സിമം ഇരിക്കും, അല്ലെങ്കിൽ പുള്ളി അടുത്ത ആക്ടിവിറ്റി പോയി എന്തെങ്കിലുമൊക്കെ പോയി തിരിച്ചൊന്ന് പിന്നെ പിടിച്ചിരുത്തും. ഇത് പുള്ളി സീറ്റിൽ നല്ല കംഫർട്ടബിളായിട്ട് നേരെ തന്നെ ഇരിക്കുന്നുണ്ട്. 45 മിനിറ്റ്സ് ഓളം ഇരിക്കുന്നുണ്ട്. അത്രയാണ് ഞാൻ മെയിനായിട്ടും നോട്ടീസ് ചെയ്ത ചേഞ്ചസ്. ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നി. എന്നുവെച്ചാൽ ഞാൻ 100% റെഡി ആവും, ഞാനുണ്ട് എന്നുള്ള ആ ഒരു ഫീൽ എനിക്ക് തോന്നി. ഒത്തിരി പേര് പലരും ആയുർവേദം ചെയ്യുന്നതിനെ ഇങ്ങനെ നെഗറ്റീവായിട്ട് പറഞ്ഞപ്പോഴും ഇവിടെ വന്നേ പിന്നെ ഒരു പക്ഷേ ഇതിന് മുമ്പ് ഞാൻ കേട്ടായിരുന്നെങ്കിൽ വേണ്ടാന്ന് തീരുമാനിച്ചേനെ. പക്ഷേ ഡോക്ടറായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ വന്നത് ഒത്തിരി നന്നായി ഇവിടെ വന്നത്. അത് ഡോക്ടറെ കണ്ടതും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്.